ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചെന്നാഗിദിര നല്ല ഇരിക്കുങ്ങളാ? ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ. ആസ്വദിക്കാനുള്ള ഒരു മനസ്സും ചെലവഴിക്കാൻ ഒരു ഇത്തിരി ഒഴിവ് സമയവുമുണ്ടെങ്കിൽ ഏത് കുഞ്ഞു യാത്രയും സന്തോഷകരം തന്നെയായിരിക്കും. പ്രായം മറന്ന് യാത്രികൻ ഒരു കുഞ്ഞായി തീരുമ്പോഴാണ് യാത്ര അതിൻ്റെ പൂർണ്ണതയിലെത്തുക. ചുരുങ്ങിയ ചെലവിൽ ഒരു പാതി ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരിടത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ബെഞ്ചുകളൊക്കെ കാലിയായി കിടക്കുന്നത് കണ്ട് തള്ളിക്കളയാൻ വരട്ടെ, ആള് ചിലർക്കാരനല്ല. അതെ, പറഞ്ഞു വരുന്നത് ചരിത്രപ്രസിദ്ധമായ പാറപ്രം എന്ന സ്ഥലത്തെ റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ കുറിച്ചാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വശത്ത് പിണറായി പഞ്ചായത്തും മറുവശത്ത് പെരളശ്ശേരി പഞ്ചായത്തും. ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാൻ 1989 ആദ്യമായി ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിച്ചത്. ഇതിൻ്റെ ഷട്ടറുകളെല്ലാം പ്രവർത്തനയോഗ്യമല്ലാതായി തീർന്നപ്പോൾ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. 2023 സെപ്റ്റംബർ 9 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ അണക്കെട്ടിൻ്റെ നീളം 99.6 മീറ്ററാണ്. പിണറായി, പെരളശ്ശേരി, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ 4 പഞ്ചായത്തുകളിലെ 1200 ഏക്കറോളം നിലം കൃഷിയോഗ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഉപ്പുവെള്ളം മുകളിലേക്ക് കയറാതെ ജലഗതാഗതം സാധ്യമാക്കുന്ന സംവിധാനമാണ് ഈ കാണുന്നത്. പനാമ കനാലിലൂടെ കപ്പലുകളെ കടത്തിക്കൊണ്ടുപോകുന്ന ഷാഫ്റ്റുകൾ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. ഉച്ചതിരിഞ്ഞ നേരത്തായിരുന്നു ഞാനിവിടെ എത്തിച്ചേർന്നത്. അന്നൊരു പ്രവൃത്തി ദിവസമായതിനാൽ തിരക്ക് നന്നേ കുറവായിരുന്നു. തടയപ്പെട്ടതിൻ്റെ ഒരു കുശുമ്പും അവളുടെ മുഖത്ത് കാണാനില്ല കേട്ടോ. ഇവിടെ പുഴ അതിസുന്ദരിയാണ്. ഈ ഭംഗി ആസ്വദിക്കാൻ മടിക്കാതെ ഒരു ദിവസം പുറപ്പെട്ടോളൂ. 1-2 മണിക്കൂർ സമയം ഇവിടെ അടിച്ചു പൊളിച്ച് ചിലവാക്കാം. കഴിക്കാൻ എന്തെങ്കിലും പാർസലായി കയ്യിൽ കരുതിയാൽ നല്ലതായിരിക്കും. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം കയ്യിൽ കരുതുന്നത് ഏത് യാത്രയിലും നല്ലതാണ്. ഒരു ജലാശയത്തിനരികിലേക്കാണ് നമ്മുടെ യാത്ര എന്ന കാര്യം ഒരിക്കലും മറക്കണ്ട. യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ ഒന്ന് ഇതാണ്: പരിചയമില്ലാത്ത ഒരിടത്തും വെള്ളത്തിൽ ഇറങ്ങരുത്. മനസ്സുകൊണ്ട് ഒരു വാനപ്രസ്ഥമായിരിക്കണം ഓരോ യാത്രയും. വിക്രമാദിത്യനെയും വേതാളത്തെയും പോലെ നമ്മുടെ പ്രശ്ന സങ്കീർണതകളെയും ചുമന്നുകൊണ്ടാണ് യാത്രയെങ്കിൽ പിന്നെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ അണക്കെട്ടിന് മുകളിലായി നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതയിലൂടെ നദിയുടെ അക്കരയ്ക്ക് കടക്കാം. ഇരുവശങ്ങളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത് കട്ട വിരിച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഉല്ലസിക്കാനായി പാർക്കുകളും നിർമ്മിച്ചിരിക്കുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന ജലഗതാഗതത്തിൻ്റെ മുന്നോടിയായി ഇവിടെ ടെർമിനൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടം ജനത്തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കും. പിണറായി പട്ടണത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് ഈ പദ്ധതി ഒരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അകമഴിഞ്ഞ നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.